അത് വയനാട്ടിലുള്ള എക്കോട്ടിക് ലാൻഡ് എന്ന് പറയുന്ന സ്ഥലമാണ്. എപ്പോഴും വിചാരിക്കും പോകുമ്പോൾ അവിടെ ഒന്ന് പോയി കാണണം. കുറേ പക്ഷികളുണ്ട്, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും കൊണ്ട് പോയി കാണിക്കാനാണെങ്കിൽ നല്ലതാണ്. കയ്യിൽ മേത്തും കയ്യിൽ നമുക്ക് പിടിക്കാൻ പറ്റും. ഇതൊക്കെ പറയുന്ന കേട്ടിട്ട് കുറേ നാളുകൊണ്ടായി വിചാരിക്കും. നോക്കുമ്പോൾ നല്ല രസമാണ് ചെന്നപ്പോൾ. ഇതിനകത്ത് പക്ഷിത്തീറ്റ ഇട്ട് തരും. അത് നമ്മൾ കയ്യിലിട്ടിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് ഇതെല്ലാം ഒന്ന് പറന്ന് കയ്യിലോട്ട് ഇരുന്ന് നമ്മളെ തലയിലൊക്കെ വന്നിരും. പറത്ത് വരുമ്പോഴത്തേക്കും തലയിലൊക്കെ വന്നിരിക്കും. കയ്യിൽ നിന്ന് ഭക്ഷണം തീർന്നാൽ ഇവർ സ്ഥലം വിടും കേട്ടോ, പിന്നെ നിൽക്കില്ല. ഭക്ഷണം ഇല്ല ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ കയ്യിൽ വന്നിരിക്കുകയുള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോയി നോക്കുമ്പോൾ നല്ല രസമായിരുന്നു കാണാനായിട്ട്. അവിടെ അതിൻ്റെ ഉള്ളിൽ കുറേ പക്ഷികളും അതിൻ്റെ ഉള്ളിൽ മറ്റേ മീനിൻ്റെ ഒരു ചെറിയൊരു ഫിഷ് ടാങ്ക് വെച്ചിട്ട് അതിനകത്ത് മീനുണ്ട്. ആ ചെറുതെന്നല്ല, അത്യാവശ്യം വലുതാണ്. എന്നിട്ട് അതിനകത്തോടെ നമ്മൾ എന്താ ചെയ്യും, മീൻ തീറ്റ എടുത്ത് വെച്ചിട്ട് മീനിനെ കുത്തി കൊടുക്കാനുള്ളത് മെല്ലെ വെള്ളത്തിലോട്ട് താത്തിയിട്ട് പതുക്കെ തുറന്നു കൊടുക്കുമ്പോൾ ഈ മീനെല്ലാം കൂടെ നമ്മളെ കയ്യിലോട്ട് വന്ന് കയറും. അതിൻ്റെ കൂടെ ഈ ഒരു ഇത് ഓന്ത് പോലെ ഇരിക്കും. അത് അതിനെ കണ്ടപ്പോൾ തന്നെ ഒരുമാതിരിയായി. ഇഗ്വാന ഇഗ്വാനാണ് അതിൻ്റെ പേര്. ഞങ്ങൾ പറഞ്ഞു ഓന്ത് പോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇത്രയും നല്ല ഇരിക്കുന്ന നിങ്ങൾ ഓന്തെന്ന് പറഞ്ഞ് പരിഹസിച്ച് കളയരുത്, ഇതിൻ്റെ പേര് ഇഗ്വാന എന്നാണ് എന്നൊക്കെ പറഞ്ഞ് തന്ന് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഏതായാലും അവിടെ പോയി നല്ല രസമായിരുന്നു. മീനിനൊക്കെ തീറ്റ കൊടുത്ത് എല്ലാവരും കയ്യിൽ നിന്ന് അത് വന്ന് ഇങ്ങനെ വെള്ളത്തിൽ അങ്ങ് വെക്കുമ്പോഴത്തേക്ക് അത് വന്നിട്ട് പതുക്കെ 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 തിന്നു. തീറ്റ കഴിഞ്ഞു എന്നറിഞ്ഞ് ഇവരെല്ലാം ഒരേപോലെ അപ്പം തന്നെ സ്ഥലം കാലിയാക്കും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അതെല്ലാം നോക്കി അടുത്തതിനെ പിടിക്കാനായിട്ട് പോയി. അതാണ് സാധനം, നമ്മുടെ ഓന്തിൻ്റെ ടൈപ്പുള്ള സാധനം. അത് ഇഗ്വാന. പിള്ളേർ പറഞ്ഞ് അതിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓന്ത് പോലെയുണ്ട്, കാണുമ്പോൾ പിടിക്കാൻ പറ്റില്ല എന്ന്. ഇതിനോടനെ അത് പിടിക്കാൻ ഒരുമാതിരി ടെൻഷനായിരുന്നു. എന്നാലും കൈ കൊണ്ടൊക്കെ പതുക്കെ പിടിച്ച് അതിൻ്റെ വാലിൽ മുറുക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വാല് വെച്ചടിക്കും പോലും. എന്നാലും പേടിയോട് കൂടിയാണെങ്കിൽ അതിന് മേളിൽ ഇങ്ങനെ പിടിച്ച് വെച്ചു. മോൻ കുറേ നേരം എടുത്തു അതൊന്ന് പിടിച്ചുകൊണ്ട് ഇരിക്കാനും പിടിക്കാനും ഒക്കെ ആയിട്ട്. മോനും കുറച്ച് നേരം അതിനെ പിടിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്കൊന്ന് പോയിട്ട് മീനൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു മീനിൽ പോയി കൈയൊക്കെ ഇട്ട് കൊടുത്ത് എൻ്റെ കയ്യിൽ തീറ്റ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ സ്ഥലം വിട്ടു. അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഇവൻ വന്നിട്ട് ഇവനും കുറച്ച് നേരം ഭക്ഷണമൊക്കെ കൊടുത്ത്. അതിന് ദിവസം എത്രയോ ആൾക്കാർ വരുന്നതല്ലേ, അപ്പോൾ കുറച്ച് നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളത്. അപ്പോഴത്തേക്കും അത് തിന്ന് പിടിച്ച് അത് ഇതായിപ്പോയി. വെറുതെ കൈ ചുരുട്ടി വെച്ചാൽ മതി, കയ്യിലോട്ട് ഓടി വന്ന് ഭക്ഷണം ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് ഓടി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവരുടെ ബാക്കിൽ ഇതിന് പുറകിലായിട്ട് കുറച്ച് കാപ്പിത്തോട്ടമുണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യം ചെറിയ പാർട്ടികളൊക്കെ, ബർത്ത്ഡേ പാർട്ടി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നടത്താൻ പറ്റുന്ന പോലെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. കുറച്ച് മരത്തിൻ്റെ ടേബിളുകളും ഒക്കെ ഉണ്ട്. ഫ്രഷ് കോഫി, നല്ല ഫ്രഷ് കോഫി കിട്ടും അവിടെ. കോഫിപ്പൊടി നല്ല അവിടെ അവർ തന്നെ ഇത് കാപ്പിക്കുരു എടുത്ത് വറുത്ത് പൊടിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് തരും. പക്ഷെ ഭയങ്കര വിലയാണ് അതിന്. ഒറിജിനൽ കാപ്പി ആയതുകൊണ്ട് ഭയങ്കര വിലയാണ്. നല്ല ബീൻസ് അതിൻ്റെ കുരു എടുത്ത് കാപ്പിക്കുരു ഉണക്കി തൊണ്ട് കുത്തിയെടുത്ത് അതിൻ്റെ കുരു അവിടെ തന്നെ അവർ മെഷീനിലിട്ടിട്ട് വറുത്ത് നമുക്ക് അവിടെ തന്നെ അത് പൊടിയാക്കി നമുക്ക് തരും. നല്ല വിലയായിരുന്നു. അപ്പോൾ എല്ലാം നോക്കി ഞങ്ങൾ വന്നു. അതിൻ്റെ കൂടെ അവിടെ നമ്മുടെ പഴയ കാലത്തുള്ള ചായക്കട പോലെ ഒരു സെറ്റപ്പ്. കുറച്ച് ബോട്ടിലൊക്കെ വെച്ച് അതിനകത്ത് കുറച്ച് മുട്ടായികളും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ പണ്ടത്തെ കാലത്തെ കാളവണ്ടിക്ക് പണ്ടത്തെ കാലത്ത് മരത്തിൻ്റെ ചക്രമായിരുന്നു.
ഇവരത് ഇരുമ്പിൻ്റെ ചക്രമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളൊന്നും അത് കാളവണ്ടികളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ അവിടെ പോയി അത് കാണാൻ പറ്റും. അങ്ങനെ കാളവണ്ടി ഇത് ഇരുമ്പിൻ്റെ ആണ് ഇത് ഉണ്ടാക്കി. ഞങ്ങൾ അതിൻ്റെ മേലെയൊക്കെ കയറി നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഉരലുണ്ടാവും, ഉരൽ ഒലക്കയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ചെറിയൊരു ചായക്കട ഉണ്ട്. ചായക്കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ അത് ഷോയ്ക്കാണ്. ചായക്കട എന്ന് ചായക്കടയല്ല, അത് മുട്ടായിക്കടയാണ്. മുട്ടായി പണ്ടത്തെ പോലെ ചില്ല് കുപ്പി ഭരണികളിൽ ഇങ്ങനെ മുട്ടായികൾ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ട് നമുക്ക് വിൽക്കാനായിട്ടൊക്കെ പണ്ടൊക്കെ മേടിക്കുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ പോലെ. പിന്നെ ഞങ്ങൾ അതിൻ്റെ മേലെ അവരൊരു ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മേലെ കയറി നോക്കിയപ്പോൾ അതിൻ്റെ മേലെ നോക്കിയാൽ ചുറ്റുപാടുള്ള കാപ്പിത്തോട്ടങ്ങൾ കാണായിരുന്നു. കാപ്പിയൊക്കെ പതുക്കെ പഴുത്ത് വരുന്നു. ഡിസംബറല്ലേ, പതുക്കെ പഴുത്ത് വരുന്ന സമയമാണ്. ഡിസംബർ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ഫുള്ള് പഴുക്കാൻ തുടങ്ങും. ഇപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് പഴുത്ത് കാണുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു പകുതി മാസം ആകുമ്പോഴത്തേക്കും ഇവർ പറിക്കും. ക്രിസ്മസിന് മുമ്പൊക്കെ ആയിട്ട് പറിക്കും. അവസാനം ആകുമ്പോഴത്തേക്ക് നല്ലപോലെ പഴുക്കുമ്പോൾ ജനുവരി പകുതി കൊണ്ട് കാപ്പിക്കുരു മുഴുവൻ പറിച്ച് തീരും. ഇത് നല്ലപോലെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് ആദ്യം തിരിഞ്ഞ് പറിച്ചിട്ടാണ് ഇതെടുക്കുക. ഇത് കാപ്പി റോബസ്റ്റ കാപ്പിയാണിത്. കുരു ചെറുതായിരിക്കും ഇതിൻ്റെത്. വയനാട്ടിൽ മുഴുവനും റോബസ്റ്റ കാപ്പികളാണ് ഉള്ളത്. ഇതിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ഒലക്കയും ഉരലും മുറമൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് നെല്ല് കുത്താനൊക്കെ തുടങ്ങി. അതെല്ലാവരും ഞങ്ങൾ നെല്ല് കുത്തുന്നു, ഒരാൾ പറക്കുന്നു, തലയിൽ പാറ്റുന്നു, തലയിൽ തൊപ്പി വെച്ച് നിന്നിട്ട് പണ്ട് ഞങ്ങൾ നെല്ല് കുത്തുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാകുന്നുണ്ട്. അതിനിടയ്ക്ക് മുട്ടായി കടക്കാരനും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കാൻ നല്ലതാണ്. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ എൻജോയ് ചെയ്യും. താങ്ക് യു.